മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തി സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ വല്ലാത്ത മാറ്റങ്ങളായിരുന്നു അവിടെ. മുറ്റത്തെത്തുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ മാറ്റം അവൾക്ക് ഫീൽ ചെയ്തു. സാധാരണ ഈ സമയത്ത് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളുടെ ഷൂസും ബാഗൊക്കെ വരാന്തയിലും ഹാളിലൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ നിലയിലായിരിക്കും കാണാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ മുറ്റം ഇങ്ങനെ വൃത്തിയായി അടിച്ചു വാരിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചെരുപ്പുകളൊക്കെ കൃത്യമായി ഇരിക്കുന്നു. റാക്കിലൊക്കെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി വന്ന വൈജയന്തിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഹാളിലെ ടീപ്പോയ്ക്ക് മുകളിലെ സാധാരണങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. വീടാകെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ നേരെ ഒരു സുഗന്ധം തന്നെയുണ്ട്. ഇതെന്താ ഇവിടെ സംഭവിച്ചത് എന്ന് അവൾ സ്വയം ചോദിച്ചു. അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ അങ്ങനെ വറുക്കുന്നതിൻ്റെ കറികളൊക്കെ വെക്കുന്നതിൻ്റെ കൊതിയൂറുന്ന മണം വരുന്നത് കണ്ടു. വൈജയന്തി പതുക്കെ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവൾ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു കളയാണ്. മൂത്ത മകൾ ബബിതയും കൃഷ്ണമോളും കൂടി അവിടെ കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ നിന്ന് രോഹിത് പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കുന്നു. ആരും ആരുടെയും വഴക്കിടുന്നില്ല, ബഹളം വെക്കുന്നില്ല. വളരെ ചിട്ടയോടുകൂടി പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെ അവരെങ്ങനെ ജോലികൾ ചെയ്യുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ സമയമായെങ്കിൽ പോലും രോഹിത്തിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് വരെ കൃഷ്ണമോളും ബബിതയുമാണ്. ബാലചന്ദ്രനെ ഇതൊക്കെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ ഉമ്മറത്തെ കസേരയിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. വൈജയന്തിക്കാണെങ്കിൽ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. താൻ കുറച്ചു ദിവസം മാറി നിന്നപ്പോഴേക്കും ഇത്ര വലിയ മാറ്റം ഈ വീട്ടിൽ എങ്ങനെയുണ്ടായി? അപ്പോഴാണ് അലീനയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നത്. അതെ, അവൾ തന്നെയാണ് ആ അലീന. അവൾ ഇവിടെ വന്നതിന് ശേഷം കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ശീലങ്ങളാണ് ഇതൊക്കെ. അത് ഓർക്കുന്തോറും വൈജയന്തിയുടെ ഉള്ളിലെ ദേഷ്യം അങ്ങ് തിളച്ചു മാറാനും തുടങ്ങി. അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് കയറി ചെന്നു. എടാ രോഹിത്തെ, നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? വൈജയന്തിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. രോഹിത് തിരിഞ്ഞു നോക്കി. ഓ, അമ്മ വന്നോ? ഞാൻ ഇവർക്ക് കുറച്ച് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുവാണമ്മേ. വളരെ കൂളായിട്ട് തന്നെ അവൻ മറുപടി പറഞ്ഞു. അരിഞ്ഞു കൊടുക്കുകയാണോ? എടാ, നീ ഒരു ആൺകുട്ടിയല്ലേ? ആൺകുട്ടികൾ എന്തിനാണ് അങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് പണിയൊക്കെ എടുക്കുന്നത്? മാറി നിൽക്കട അങ്ങോട്ടേക്ക്. വൈജയന്തി കതർത്തു. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്കും ഭവിതക്കും അവന് മുന്നിലേക്ക് വന്നു നിന്നു. അതിനെന്താ അമ്മേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിശപ്പൊക്കെ ഒരുപോലെ തന്നെയല്ലേ? അപ്പം പിന്നെ ആണുങ്ങൾ അടുക്കളയിൽ കയറി എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അലീന ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല, കൃഷ്ണമോൾ തിരിച്ചു ചോദിച്ചു. അതെ, നോർത്തിൽ നിന്നും ഒരാണുങ്ങൾ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും കയറാൻ ഭൂകമ്പം ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. അച്ഛൻ കയറാഞ്ഞത് അച്ഛന് ശീലമില്ലാത്തത് കൊണ്ടല്ലേ? ഇവിടെ ജോലിക്കാരില്ലാത്ത സമയത്ത് ഞാൻ തന്നെയല്ലേ വെച്ചുണ്ടാക്കി തന്നിട്ടുള്ളത്, ഭവിതയും ചേച്ചിയും കൂടി ഒപ്പം കൂടിയിട്ട്. വൈജയന്തിക്ക് ഉത്തരം മുട്ടി. അവൾ പല്ലിറങ്ങി. അതെ, കൂടുതലൊന്നും ന്യായം പറയാൻ നിൽക്കണ്ട. ഇതിനൊക്കെ ഒരു കാരണം ആ അലീന തന്നെയാണെന്ന് എനിക്കറിയാം. അവൾ പോയപ്പോൾ അവളുടെ റൂൾസും ഇവിടെ അങ്ങ് കൊണ്ടുപോയി കിടക്കട്ടെ. ഇന്നു മുതൽ ഞാൻ തന്നെ ഇവിടെ അടുക്കളയിൽ അങ്ങ് ഭരിച്ചോളാം. എനിക്കും ഒരു ജോലിക്കാരുടെയും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇവിടെ പണിയുമില്ല. കുട്ടികളെന്ന് ഒന്നും മിണ്ടിയില്ല. അവൾക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. തങ്ങൾക്ക് ഇത്രയധികം സ്നേഹം കരുതലും നൽകിയിരുന്ന അലീന ചേച്ചിയെ യാതൊരുവിധ കാരണവുമില്ലാതെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടവളാണ് അമ്മ. ആ ദേഷ്യം അവരുടെ മനസ്സിൽ ഒരു കനലായി തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവർ അവരെ മൈൻഡ് ചെയ്യാതെ അവരുടെ പണിയിലേക്ക് തന്നെ തിരിഞ്ഞു. പുറത്ത് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ബാലചന്ദ്രന്റെ ചുണ്ടിൽ ഒരു വല്ലാത്ത ചിരി വിരിയുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടുന്നതേയുള്ളത് വൈജയന്തി. എൻ്റെ അലീന മോളെ, നീ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ടതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ഒറ്റയടിക്ക് നിന്നെ ഞാനങ്ങ് തീർക്കില്ല. കുറേശ്ശെയായിട്ട് ഇഞ്ചിഞ്ചായിട്ട് തന്നെ നിനക്ക് ഞാൻ ഇതിനുള്ള മറുപടി നൽകും. നിന്നോട് ഇനി ഒരു കോംപ്രമൈസിലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിലുറപ്പിച്ചു. ഇതേ സമയം മൈലുകൾക്കപ്പുറം വലിയൊരു കൊട്ടാരം പോലെയുള്ള വീട്ടിൽ അലീന വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. സ്വർണവും മാർബിളും കൊണ്ട് തന്നെ അലങ്കരിച്ച വലിയ മുറികൾ, വിലക്കൂടിയ കാറുകൾ, ചുറ്റും എപ്പോഴും റെഡിയായി നിൽക്കുന്ന ജോലിക്കാരെ. എന്ത് ചെയ്യണം, എങ്ങനെ നിൽക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. കടപ്പാട്ടൊരു വീട്ടിലായിരുന്നപ്പോൾ അവൾക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രാവിലെ എഴുന്നേൽക്കുക, കഴിക്കുക, നടക്കുക, ഉറങ്ങുക, അതിനപ്പുറം ഒന്നും തന്നെ ചെയ്യാനുമില്ല. ഇടയ്ക്ക് വല്ലാത്ത ഏകാന്തത തോന്നുമ്പോൾ അവൾ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങും. അവിടെ കൂവിക്കളിക്കുന്ന പ്രാവുകളുടെ ഇടയിലേക്ക് അങ്ങ് പോയി നിൽക്കും. അല്ലെങ്കിൽ അവിടെയുള്ള നായ്ക്കളെ അങ്ങ് കൊഞ്ചിച്ചുകൊണ്ട് അവരോട് സംസാരിക്കും. ആ സമയങ്ങളിൽ മാത്രമാണ് അവളുടെ മനസ്സ് അല്പമെങ്കിലും ഒന്ന് ശാന്തത ലഭിച്ചത്. അന്ന് രാവിലെ അലീനയുടെ അടുത്തേക്ക് സ്റ്റാൻലി വന്നു. മോളെ, നീ ആകെ ബോറടിച്ചിരിക്കുകയാണെന്ന് പപ്പക്കറിയാം. വാ, നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. നമ്മുടെ തോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, സ്റ്റാൻലി സ്നേഹത്തോടെ പറഞ്ഞു. അലീനക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ വേഗം തന്നെ തയ്യാറായി സ്റ്റാൻലിക്കൊപ്പം തന്നെ കാറിൽ കയറി. 150ഓളം ഏക്കർ വരുന്ന ആ ഒരു വലിയ റബ്ബർ തോട്ടത്തിലാണ് സ്റ്റാൻലി കാർ ഓടിച്ചു പോയത്. വലിയ കുന്നിൻ ചെരുവുകളും തോട്ടങ്ങളെല്ലാം കണ്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്ഥലം കാണുന്നത് തന്നെ. കാർ ഒരു വലിയ മരത്തിൽ നിർത്തിയതിനു ശേഷം സ്റ്റാൻലി അവളെയും കൂട്ടി നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി. അയാൾ ഓരോ കാര്യങ്ങളും അവൾക്കിങ്ങനെ വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മുടെയാ മോളെ. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നിനക്കറിയാമോ? സ്റ്റാൻലി അഭിമാനത്തോടെ ചോദിച്ചു.
എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഈ തോട്ടത്തിൽ നിന്നും കുറേ അധികം പൈസ കിട്ടുമായിരിക്കും അല്ലേ പപ്പ? പിന്നെ അല്ലാതെ ലക്ഷങ്ങളാണ് എവിടെ നിന്ന് കിട്ടുന്നത്. റബ്ബറിന് വില കൂടുതലുള്ള സമയത്താണെങ്കിൽ പറയേ വേണ്ട. പണിക്കാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടും വലിയൊരു തുക തന്നെ ബാങ്കിൽ സേവ് ചെയ്യാനും പറ്റും. അലീന കുറച്ചു നേരം ഒന്ന് മൗനമായി നിന്നു. എന്നിട്ട് പതുക്കെ ചോദിച്ചു, പപ്പ ഇത്രയും കാശൊക്കെ കിട്ടുമ്പോൾ പപ്പ അനാഥാലയങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കാറില്ലേ എന്ന്. സ്റ്റാൻലി ഒന്ന് നിന്നു. അയാൾ ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അനാഥാലയത്തിലോ? ഞാനെന്തിനാ അനാഥാലയത്തിലേക്ക് കൊടുക്കുന്നത്? രാഷ്ട്രീയക്കാർക്കും പള്ളിയിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ നോക്കുന്നത് ആൻ്റപ്പനാ. ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവൻ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. അല്ലാതെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അലീനയുടെ മുഖം മാടി. അവളുടെ ശബ്ദം നേരിയതായിട്ടങ്ങ് ഇടറി. അങ്ങനെയൊന്നും പറയരുത് പപ്പ. പപ്പ ഇപ്പോൾ പറഞ്ഞില്ലേ ആവശ്യമില്ല എന്ന്. പക്ഷേ ഇതുപോലെ ഒരു ഓർഫണേജിലാണ് ഞാൻ 23 വർഷം വളർന്നത്. അത് പപ്പ ഓർക്കണം. ഇത്രയും പൈസയൊക്കെ കിട്ടുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കാണിക്കുന്നതിന് പകരം പാവങ്ങൾക്ക് കൊടുത്തൂടെ? കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണം. ഈ ഓർഫണേജിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയൊരു പുണ്യം തന്നെ പപ്പക്ക് കിട്ടും. എത്രയോ കുഞ്ഞുങ്ങളാണ് അവിടേക്ക് ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിയുന്നതെന്നറിയാമോ? സ്റ്റാൻലി സ്തംഭിച്ചു പോയി. അയാൾ അലീനയെന്ന് നോക്കി നിന്നു. ഇത്രയും നാൾ ഒരു വീട്ടിൽ വെറും ജോലിക്കാരിയായി നിന്ന, അതിനു മുൻപ് ഓർഫണേജിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രത്തോളം ഉത്ബോധവും ചിന്തയും ഉണ്ടാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തൻ്റെ വീട്ടിൽ നടക്കുന്ന ധൂർത്തും അനാവശ്യ ചിലവുകളും അവൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കുകയായിരുന്നു. സ്റ്റാൻലിയുടെ പതിവ് ചിട്ടകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അവളുടെ ചിന്തകൾ. കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക, മദ്യപിക്കുക, പണിക്കാർക്ക് കൂലി കൊടുക്കുക എന്നതിലപ്പുറം മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് മോളെ. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. നീ ഇനി പറഞ്ഞോ, എവിടെ കൊടുക്കണം, എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ക്യാഷൊക്കെ ഞാൻ തരാം. സ്റ്റാൻലി ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. ഞാൻ പപ്പയോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അലീനയുടെ ആ വാക്കുകൾ ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ ദീർഘവീക്ഷണമുണ്ടായിരുന്നു. തോട്ടത്തിൽ നിന്നും മടങ്ങി വന്ന സ്റ്റാൻലിയെ കാത്ത് ആൻ്റപ്പൻ വേർത്തു കുളിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ആൻ്റപ്പ, നീ എന്തെങ്ങനെ വേർതിരിക്കുന്നത് എന്ന് സ്റ്റാൻലി ചോദിച്ചു. മുതലാളി കേണൽ സാബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ അപ്പച്ചൻ എന്നെ വിളിച്ചിരുന്നു. ആൻ്റപ്പൻ പേടിയോട് പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? മോളെയും കൂട്ടി തോട്ടം കാണിക്കാൻ പോയിരിക്കുവാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് അപ്പച്ചൻ എന്തു പറഞ്ഞു? മോളെ കൊണ്ടുപോയോ? നിന്നോട് ആരാടാ അങ്ങനെ പറയാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. മിക്കവാറും അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വരും. വന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ കെട്ടിക്കാനാണ് ചാൻസ്. എന്നെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്ന അലീനയുടെ മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടായത്. താൻ കാരണം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്നാണ് സ്റ്റാൻലിയുടെ ഫോൺ ശബ്ദിച്ചത്. അപ്പച്ചനാണ്. സ്റ്റാൻലി ഫോൺ എടുത്തു. എടാ സ്റ്റാൻലി, ആ പെണ്ണിനെ ആരോട് ചോദിച്ചിട്ടാടാ നീ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അവധു കുട്ടിച്ചായൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആ ഫോണിലൂടെ അങ്ങ് മുഴങ്ങിക്കേട്ടു. അത് പിന്നെ അപ്പച്ച, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരരുത് എന്ന്. എന്തെങ്കിലും കാശോ മറ്റോ കൊടുത്ത് അവളെങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എൻ്റെ വാക്കിന് നീ ഒരു വില തന്നോടാ? അപ്പച്ച, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്തത്. നിനക്ക് ശരി തോന്നുന്ന കാര്യം ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. നിനക്കൊട്ടും ബുദ്ധിയും ബോധവും ഇല്ലാതെയായോ? നിന്റെ മോളാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പോഴേക്കും നിന്റെ ഭാര്യയും വീട്ടുകാരും പിള്ളേരോടൊക്കെ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ നീ ഇനി അതിനോടൊക്കെ നീ സമാധാനം പറയേണ്ടടാ. ഇതിനു മുൻപ് ഉണ്ടായ അവിഹിത സന്തതിയാണ് നീ എന്ന് നീ പറയുമോ? അപ്പച്ച, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പച്ചൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. സ്റ്റാൻലി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ നോക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ. ഫോൺ അങ്ങ് കട്ടാക്കി. സ്റ്റാൻലിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അലീനക്കും മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന്. വലിയപ്പച്ചൻ വന്നാൽ പിന്നെ തന്നെ എവിടെ നിന്നും ഇറക്കി വിടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവധു കുട്ടിച്ചായം വന്നു. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ സ്റ്റാൻലി പുറത്തേക്ക് ചെന്നു. ആ അപ്പച്ചൻ വന്നോ? കയറി വാ. സ്റ്റാൻലി ഒരു ഗ്ലാസ്സിൽ കുറച്ച് മദ്യം എടുത്തു വെച്ച് അപ്പച്ചന് നേരെ നീട്ടി. അവധു കുട്ടിച്ചായൻ ദേഷ്യത്തിൽ ആ ഒരു ഗ്ലാസ് അങ്ങ് തട്ടിമാറ്റി. നീ എന്നെ മദ്യം തന്ന് ഒതുക്കാനൊന്നും നോക്കണ്ടടാ. അവളെവിടെ ആ പെണ്ണ്? അപ്പച്ച, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ നിനക്ക്? പണം വേണമെങ്കിൽ കൊടുക്കാം, വീട് വേണമെങ്കിൽ വീട് കൊടുക്കാം, കാർ വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ നീ അങ്ങോട്ടേക്ക് ഒഴിവാക്കി വിടുന്നതിന് പകരം നീ അവളെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നോടാ. അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുന്ന കാര്യമല്ല അപ്പച്ച. അവൾ എൻ്റെ നിർത്തട അവിടെ. അവൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് നിനക്കറിയാലോ. നാണമില്ലാത്തവനെ, എന്ത് ബോധമുണ്ടായിട്ടാണ് നീ ഇങ്ങനെ അവളെ പോലൊരുത്തി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? അവധു കുട്ടിച്ചായൻ അലറി. സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. അപ്പച്ച, ഞാൻ നീതിക്ക് നിരക്കാതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. 23 വർഷക്കാലം അവളൊരു ഓർഫണേജിൽ കഴിഞ്ഞതല്ലേ. ഇനിയെങ്കിലും അവൾ എൻ്റെ കൂടെ കഴിയട്ടെ. എടാ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകില്ലേ? എവിടെ അവള്? എനിക്ക് അവളെ ഒന്ന് കാണണം. സ്റ്റാൻലി ആൻ്റപ്പനെ നോക്കി. എവിടെ അലീന?
അവൾ അടുക്കളയിലുണ്ട് മുതലാളി. അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ആൻഡപ്പൻ പോയി അലീനയെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളുടെ വാതിലൊക്കെ തുറന്ന് അലീന കുറേ സാവധാനം ഹാളിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. വളരെ ലളിതമായൊരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്ത് ഭയങ്കര സങ്കടവും നേളിച്ചിരുന്നു. ഔതക്കുട്ടിച്ചായൻ ദേഷ്യത്തോടു കൂടെ തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പക്ഷേ അലീനയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു. ദേഷ്യം കൊണ്ട് വിറച്ചിരുന്ന അയാളുടെ കൈകൾ ശാന്തമായി കയ്യിലിരുന്ന ഒരു വടി നിലത്തേക്ക് ഊന്നി. മൂക്കിലേക്ക് ഉയർന്നു വീണ ആ ഒരു കണ്ണട പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ക്ലിയർ ആക്കി വെച്ച് അയാൾ അവളെ തന്നെ നോക്കി നിന്നു. അയാൾക്ക് അയാളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് തൻ്റെ ചിന്നമ്മയല്ലേ? വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ചിന്നമ്മ. അതേ നടത്തം, അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ നിറം. ചിന്നമ്മ പണ്ട് ധരിച്ചിരുന്ന ആ ഒരു ചട്ടയും മുണ്ടും ആയിരുന്നില്ല, പകരം ചുരിദാർ മാത്രമായിരുന്നു എന്നാണ് ഒരു വ്യത്യാസം. ബാക്കിയെല്ലാം തൻ്റെ ചിന്നമ്മ തന്നെ. ഒരു നിമിഷം അയാൾ പഴയ ആ ഒരു കാലത്തിലേക്ക് അങ്ങ് തിരിഞ്ഞുപോയി. അയാൾക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. സ്റ്റാൻലിയും ഈ ഒരു മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നു. എന്താ അപ്പച്ചൻ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് സ്റ്റാൻലി ചോദിച്ചു. പെട്ടെന്ന് തന്നെ ഞെട്ടിയുടന്ന ഔതിക്കുട്ടിച്ചായൻ സ്റ്റാൻലിയെ ഒന്ന് നോക്കി. സ്റ്റാൻലി പതുക്കെ പറഞ്ഞു, നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ അയാൾ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. ഔതക്കുട്ടിച്ചായൻ അലീനയെ തന്നെ നോക്കി നിന്നു. അയാളുടെ ശബ്ദത്തിലെ പരുക്കൻ ഭാവം പൂർണ്ണമായും മാറിയിരുന്നു. മോളെ, ഞാൻ സ്റ്റാൻലിയുടെ അപ്പന. വളരെ മൃദുവായി തന്നെ അയാൾ പറഞ്ഞു. അലീന ഭയത്തോടുകൂടെ തലയാട്ടി. എനിക്ക് മനസ്സിലായി, വല്യപ്പച്ചൻ വരുമ്പോൾ എന്നെ എവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പപ്പ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്തോട്ടെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ നെഞ്ചു പിടഞ്ഞു. എന്തിന്? ആര് പറഞ്ഞു നിന്നെ പറഞ്ഞു വിടുമെന്ന്? ഞാൻ നിന്നെ പറഞ്ഞു വിടാൻ വന്നതൊന്നുമല്ല കുട്ടി. അയാളെ പെട്ടെന്ന് തന്നെ അങ്ങ് പ്ലേറ്റ് മാറ്റി. അലീനക്ക് ഇത്ര വലിയൊരു രൂപസാദൃശ്യം തൻ്റെ ഭാര്യയോട് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഔതക്കുട്ടിച്ചായൻ ഇനിയൊരു DNA ടെസ്റ്റിൻ്റെ ഒരു ആവശ്യം പോലും അവിടെ തോന്നിയില്ല. ഇത് സ്റ്റാൻലിയുടെ മകൾ തന്നെയാണെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ അവിടെ നിന്നും ഇറക്കിവിടാൻ അയാൾക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. പുലി പോലെ ഗർജിച്ചു കൊണ്ടുവന്ന ഔതക്കുട്ടിച്ചായൻ ഒരു എലി പോലെ ശാന്തനായി തന്നെ അവിടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സ്റ്റാൻലി അത്ഭുതത്തോട് ചോദിച്ചു, അല്ല അപ്പച്ച, എന്ത് തീരുമാനിച്ചു? അവളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പച്ചൻ വന്നത്? ഔതക്കുട്ടിച്ചായൻ ചമ്മലോടുകൂടെ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. ഒരു പാവം പെൺകൊച്ചല്ലേ ഇവള്, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. അല്ല, അപ്പച്ചൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ കുറച്ചു മുൻപ് പറഞ്ഞത്. എന്ത് വേണമെങ്കിലും കൊടുത്ത് ഒഴിവാക്കി വിടാനല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെ അങ്ങ് പറഞ്ഞതാടാ. ഇതിപ്പോൾ ഈ കുട്ടി ഇവിടെ തന്നെ നിന്നോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. അപ്പച്ചൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഓ, അപ്പോൾ ഇത്രയും സമയം പറഞ്ഞതൊക്കെ അപ്പച്ചൻ നേരെ അങ്ങ് മാറ്റിയല്ലേ എന്ന് സ്റ്റാൻലി ചെരിയടക്കിക്കൊണ്ട് ചോദിച്ചു. ഔതക്കുട്ടിച്ചായന് അലീനെ കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. അവൾ സംസാരിക്കുമ്പോൾ ചിന്നമ്മ സംസാരിക്കുന്നത് പോലെ തന്നെയാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. വാക്കുകളിൽ ഇത്തിരി കനം കൂടുതലാണെന്ന് മാത്രം. തൻ്റെ സ്വന്തം കൊച്ചുമോളെന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. അവളുടെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആ വൃദ്ധന്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. കൂടെപ്പിറപ്പുകൾ കൊതിക്കുന്ന ആ ഒരു സ്നേഹം ആ വലിയ വീടിൻ്റെ പുതിയൊരു അവകാശയിലൂടെ തന്നെ അവിടെ തളിർക്കുകയായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അലീനയുടെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു. ഇനിയുള്ള യാത്ര അവൾക്ക് അവിടെ കൂടുതൽ അർത്ഥവത്താക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ സ്റ്റാൻലിയുടെ ഭാര്യയും വീട്ടുകാരൊക്കെ അലീനയെ അവിടെ നിന്ന് പടിയിറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും വലിയപ്പച്ചൻ്റെയും സ്റ്റാൻലിയുടെയും തണലിൽ അവർക്ക് അവൾ ഇന്ന് തൊടാൻ പോലും കഴിയുമായിരുന്നില്ല. സ്റ്റാൻലിയുടെ ഭാര്യ മക്കളൊക്കെ അലീന അവിടെ വന്നു എന്നതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ഒരു അടിപൊളി കാഴ്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രതികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ അധ്യായങ്ങൾ വരും കാലങ്ങളിൽ ഇനി നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.